ഹലോ ഗൈസ്, നിങ്ങൾ ഏത്തപ്പഴ പായസം കഴിച്ചിട്ടുണ്ടോ? നമുക്കൊന്നൊരു അടിപൊളി ഏത്തപ്പഴ പായസത്തിൻ്റെ ഒരു റെസിപ്പി കണ്ടാലോ? ആദ്യം തന്നെ 5 പഴം എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കി അതിനെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഈ സമയത്ത് തേങ്ങേനെ നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. നമുക്ക് തേങ്ങാപ്പാലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെ ഒന്ന് മിക്സിയിലിട്ട് അരച്ച് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അതിനൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. ശർക്കര ചെത്തിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് അല്പം എണ്ണ ഒഴിച്ച് നമുക്ക് ശർക്കരനെ ഒന്ന് ചൂടാക്കി എടുക്കണം. അത് അലിഞ്ഞ് ഇതേപോലെ വരുമ്പോഴത്തേക്കും അരിഞ്ഞ് വെച്ച് നമുക്ക് പഴത്തിന് നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് പഴം ഒന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. അതിൻ്റെ സ്മെല്ലൊക്കെ മാറി വരും. ആ സമയത്ത് ആ തേങ്ങാപ്പാൽ ഇതിലോട്ട് നല്ലതുപോലെ ഒന്ന് ഒഴിച്ച് ഇളക്കി കൊടുക്കുക. അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ഇടുമ്പോഴത്തേക്കും നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രം എടുത്ത് വെച്ച് അതിലോട്ട് നമുക്ക് കുറച്ചൊന്ന് കഴിച്ച് നോക്കാം ഗൈസ്. ഒരു പപ്പടവും വെച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീല് കിട്ടും. ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ?